നമസ്കാരം. കേരളത്തിലെ കുറെ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, സൂക്ഷിക്കുക. നിന്നെയൊക്കെ ഞങ്ങൾ കേസ് കൊടുത്ത് അകത്തിടും. എനിക്കെതിരെ, എൻ്റെ യാത്രക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നവരെ നിങ്ങൾ വലിയ വാർത്ത സൃഷ്ടിക്കുന്നു. അവരെ പിന്താങ്ങിക്കൊണ്ട് അവർ കരിങ്കൊടി കാണിക്കുകയും എൻ്റെ യാത്രക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഓടിയെത്തി പിന്നെ നിങ്ങൾ വാർത്തകൾ കവർ ചെയ്യുന്നു, നിങ്ങളുടെ ചാനലുകളിൽ വലിയ വാർത്തയാക്കുന്നു. ഇത് ഇനി ക്ഷമിക്കാൻ എന്നെ കൊണ്ടാകില്ല. ഞാൻ രാജയാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ നടത്തുന്ന പ്രചരണങ്ങളെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കണം. കേരളത്തിലെ മാധ്യമങ്ങളെ സൂക്ഷിച്ചോ എന്ന ഇതാ വാണിംഗ് വന്നിരിക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും, സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ്റെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും. ഇത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ചാനലായ 24-നെതിരെ കേസ് എടുത്തിരിക്കുന്നു. പ്രതിഷേധം കവർ ചെയ്തു എന്നതാണ് കുറ്റം. ഷൂ എറിയൽ സമരം നടന്നപ്പോൾ ആ ഷൂ എറിയൽ സമരം നേരിട്ട് ആ സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തു എന്നതാണ് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ പിന്നെ നാലാം തൂണുകാരായിരിക്കാം. ഞങ്ങൾ പലപ്പോഴും ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചൊക്കെ ഞങ്ങൾ വാചാലരാവും. അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ അത് നിങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യവും അതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യവും. ഞങ്ങൾക്ക് കേന്ദ്രത്തിനെതിരെ പറയാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളാണ്. അത് നിങ്ങൾ എടുത്ത് ഉപയോഗിക്കേണ്ട, നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വാർത്താ പ്രക്ഷേപണ സ്വാതന്ത്ര്യത്തിനും യാതൊരു കഴിവുമില്ല. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും കേരളത്തിലില്ല. ഞാൻ ഭരിക്കുമ്പോൾ അത് ചെയ്യരുത് എന്നാണ്. കാരണം ഷൂ എറിഞ്ഞ ആ സംഭവം റിപ്പോർട്ട് ചെയ്തതാണ് പിണറായി വിജയനെയും പോലീസിനെയും പ്രകോപിപ്പിച്ചിരിക്കുന്നത്, കോപാകുലരാക്കിയിരിക്കുന്നത്. ഒരു വനിതാ റിപ്പോർട്ടറാണ് 24-ന് വേണ്ടി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അത് 24-ൽ മാത്രമാണ് ഡയറക്റ്റ് വാർത്ത വന്നത്. അതിനുശേഷം മറ്റു പല ചാനലുകളും അതിനെ ഏറ്റെടുത്തുകൊണ്ട് ആ 24-ൽ വന്ന വാർത്ത ഏറ്റെടുത്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് ആദ്യം ആ സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ മനഃപൂർവ്വം ഈ കേസ് ഉണ്ടാക്കിയതാണ്, നിങ്ങൾ ആളിനെ നിർത്തി ഷൂ എറിയിച്ചതാണ് എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ കണ്ടെത്തൽ, പോലീസിൻ്റെ ആരോപണം. ഒരു വനിതാ റിപ്പോർട്ടർ ഷൂ വാങ്ങി കൊടുക്കുകയും ആ ഷൂ കൊണ്ടുവന്ന് യൂത്ത് കോൺഗ്രസ് കയ്യിൽ കൊടുക്കുകയും എന്നിട്ട് എറിയൂ എന്ന് പറയുകയും എന്നിട്ട് അതിനെ ക്യാമറാമാനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കുകയും എന്നിട്ട് അതിനെ വാർത്തയാക്കുകയും അങ്ങനെ വലിയ വാർത്ത സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു 24 എന്നാണ് ഇപ്പോൾ പോലീസ് പരാതിപ്പെട്ടിരിക്കുന്നത്. പോലീസ് ഇവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നു. മറുപടി പറയണം എന്ന് പറയാൻ നോട്ടീസ് അയച്ചിരിക്കുന്നു. ആ മറുപടി ഇതാണ്. ഞാൻ ആ നോട്ടീസ് അയച്ച അതിൻ്റെ ഭാഗങ്ങൾ ഞാൻ പറയാം. അതായത് പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടറുടെ പേരൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ്. ആ റിപ്പോർട്ടറുടെ പേര് നമ്മളിവിടെ വായിക്കുന്നില്ല. ഇന്ന എന്ന റിപ്പോർട്ടർ എന്നയാളുടെ സാന്നിധ്യം ഞാൻ അന്വേഷണം നടത്തി വരുന്ന, അത് പോലീസ് ഓഫീസറുടെ നോട്ടീസാണ്. പോലീസ് ഓഫീസർ എന്ന് പറയും, ഞാനെന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസറെയാണ്, പേര് ഞാൻ പറയുന്നില്ല. അന്വേഷണം നടത്തി വരുന്ന കുറുപ്പംപടി പോലീസ് സ്റ്റേഷൻ ക്രൈം 1142/23 എന്ന കേസ് അത് 120B 183 308 353 34 IPC പ്രകാരമുള്ള കേസിലെ കൃത്യസ്ഥലത്തും സമയത്തും മറ്റും ഉണ്ടായിരുന്നതായി തെളിവായിട്ടുള്ളതാണ്. ഈ പറയുന്ന ആൾ, നേരത്തെ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ് പേര് പറഞ്ഞ ആൾ ഉണ്ടെന്ന് ആണ് വെളിവായിട്ടുള്ളതാണ്. മേപ്പടയാളുടെ കൃത്യം സ്ഥലത്തെ സാന്നിധ്യം താങ്കളുടെ നിർദ്ദേശാനുസരണവും അറിവോടും കൂടിയാണോ എന്നും കേസുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളും താങ്കളിൽ നിന്നും ശേഖരിക്കേണ്ടത് ഈ കേസിൻ്റെ അന്വേഷണത്തിന് അത്യന്താപേക്ഷിതമായതിനാൽ താങ്കളിൽ നിന്നും വിവരങ്ങൾ നേരിട്ട് ചോദിച്ചറിയുന്നതിന് 22/12/2023 തീയതിക്കകം താങ്കൾ കറുപ്പംപടി പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ SHOയ്ക്ക് മുമ്പേ ഹാജരാകണമെന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്നാണ് ഒരു നോട്ടീസ്. അതായത് അവിടുത്തെ കൊച്ചി ബ്യൂറോ ചീഫിന് എതിരെ കൊടുത്ത ഒരു നോട്ടീസാണ്.
കൊച്ചി ബ്യൂറോ ചീഫിനോടാണ് നിങ്ങൾ താങ്കളുടെ കീഴിലുള്ള ഇന്ന പേരിലുള്ള റിപ്പോർട്ടർ അവിടെ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും അത് നിങ്ങൾ പിന്നെ ഈ റിപ്പോർട്ട് ചെയ്യാൻ കാരണമായത് എന്താണ്, നിങ്ങൾ ബോധപൂർവം റിപ്പോർട്ട് നിങ്ങൾ സൃഷ്ടിച്ചതാണെന്നും അതുകൊണ്ട് നിങ്ങളും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്നും അറിയേണ്ടതുണ്ടെന്ന് പറഞ്ഞാണ് ബ്യൂറോ ചീഫിനെതിരായിട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ബ്യൂറോ ചീഫിന് കൊടുത്ത നോട്ടീസാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചത്. ഇനി റിപ്പോർട്ടർ കൊടുത്ത നോട്ടീസ് ഉണ്ട്. ആ റിപ്പോർട്ടർ കൊടുത്ത നോട്ടീസ് ഇങ്ങനെയാണ്: in exercise of the power conferred under subsection 1 of section 41A of the Code of Criminal Procedure 1973, I hereby inform you that during the investigation of crime number 1142/2023 dated 10/12/23 ആണ് ഷൂ എറിഞ്ഞ ദിവസം, US 120B 283 308 353 34 IPC of Karkambally Police Station, it is relieved that there are reasonable ground to question you to assertion of facts that circumstances from you in relation to the present investigation. Hence, you are directed to appear before me at 10 AM on 22/12/2023 കരുകപ്പള്ളി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർക്ക് കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ടർ കൊടുത്ത കേസിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പിന്നെ ഹാജരായില്ലെങ്കിൽ, താങ്കൾ ഈ സമയത്ത് ഹാജരായില്ലെങ്കിൽ 41A(3) പ്രകാരവും 4 CRPC എന്ന ഈ വകുപ്പ് പ്രകാരം 43A(4) CRPC വകുപ്പുകൾ പ്രകാരം നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്നുമാണ് ഇപ്പോൾ വനിതാ റിപ്പോർട്ടർക്ക് കൊടുത്തിരിക്കുന്ന നോട്ടീസ്. അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പലപ്പോഴും ശ്രീകണ്ഠൻ നായർ നേരിട്ട് വന്ന് സ്ക്രീനിൽ മുന്നിൽ നിന്ന് പറയുന്ന ഒരു ചാനലാണ് 24 എന്നുള്ള ചാനൽ. ആ 24 എന്നുള്ള ചാനൽ സർക്കാരിനെ മനഃപൂർവ്വം ഇല്ലാതാക്കാനും നശിപ്പിക്കാനും പിന്നെ എന്തു പറയാം അതിൻ്റെ ഇമേജ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വാർത്ത സൃഷ്ടിച്ചു എന്നാണ് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത്. റിപ്പോർട്ടർ അല്ല നമ്മുടെ 24 എങ്ങനെയായിരിക്കും ഇതിൽ പ്രതികരിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും ഈ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. റിപ്പോർട്ടർ, വനിതാ റിപ്പോർട്ടർ, അതുപോലെ ബ്യൂറോ ചീഫും പിണറായി വിജയന്റെ പോലീസിന്റെ കീഴിൽ അകത്താകും എന്നാണ് കാണുന്നത്.